രാജാവ് നടത്തിയ ചിത്രരചനാ മത്സരമായിരുന്നു അത്. രാജാവിൻ്റെ ചിത്രം വരയ്ക്കുക എന്നുള്ളതായിരുന്നു വിഷയം. രാജാവിന് 2 കുറവുകളുണ്ട്. രാജാവിൻ്റെ ഒരു കണ്ണ് വൈകല്യമുള്ളതാണ്, ഒരു കാലും പാതി നഷ്ടപ്പെട്ടതാണ്. എന്നാൽ രാജാവ് ചിത്രരചനയ്ക്ക് വേണ്ടി വെച്ച ഉപാധി മറ്റൊന്നുമായിരുന്നില്ല. ചിത്രം രാജാവിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വരച്ചയാൾക്ക് സ്വർണ്ണക്കിഴി സമ്മാനമായി നൽകും. ഇനി രാജാവിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിലോ വരച്ചയാളെ ജയിലിലടക്കും. അതുകൊണ്ട് തന്നെ ആരും രാജാവിൻ്റെ ചിത്രം വരയ്ക്കുവാൻ മുന്നോട്ട് വന്നില്ല. എന്നാൽ വൃദ്ധനായ ഒരു കലാകാരൻ അതിന് തയ്യാറായി മുന്നോട്ട് വന്നു. കാലം കടന്നുപോയി. രാജാവ് പറഞ്ഞ ദിവസമെത്തി. അദ്ദേഹം വരച്ച ചിത്രവുമായി രാജാവിൻ്റെ മുന്നിലെത്തി. മൃഗവേട്ട കഴിഞ്ഞ് വരുന്ന രാജാവിൻ്റെ ചിത്രമാണ് അയാൾ വരച്ചത്. കുതിരപ്പുറത്ത് വരുന്ന രാജാവായതുകൊണ്ട് രാജാവിൻ്റെ ഒരു വശം മാത്രം വരച്ചാൽ മതിയായിരുന്നു. വൈകല്യമുള്ള കണ്ണ് മറുവശത്തായതിനാൽ ആരും അത് ശ്രദ്ധിക്കുമായിരുന്നില്ല. രാജാവിൻ്റെ മുറിഞ്ഞുപോയ കാലിൻ്റെ ഭാഗത്തായി അദ്ദേഹം വേട്ട ചെയ്ത് പിടിച്ച ഒരു പുലിയുടെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജാവിന് സന്തോഷമായി സമ്മാനവും നൽകി. സമ്മാനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ ആ കലാകാരൻ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ വൈകല്യമുള്ള കണ്ണോ മുറിഞ്ഞുപോയ കാലോ ഒരു കുറവായി എനിക്ക് തോന്നിയില്ല. രാജാവിൻ്റെ കുറവുകളൊക്കെയെല്ലാം രാജാവ് അപകർഷതാബോധത്തോടുകൂടി നോക്കിക്കാണുകയാണെങ്കിൽ ഒരിക്കലും ആ കുറവുകളെ വിജയിക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. പ്രിയരെ, ഈ ചിത്രകാരൻ നൽകുന്ന ഉപദേശം നമുക്കും ഉള്ളതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കഴിവുകളിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ കുറവുകളിലേക്കാണ്. കുറവുകളിലേക്ക് നോക്കിയിരുന്നാൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്നേ. ഗോഡ് ബ്ലെസ് യു.